നിങ്ങളൊരിക്കലും നിങ്ങളുടെ സ്വപ്നത്തിൽ എത്തിച്ചേരാൻ പോകുന്നില്ല. നിങ്ങളൊരിക്കലും നിങ്ങൾ മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ പോകുന്നില്ല. കാരണം ഇന്ന് വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല, ആ ഒരു ഫീല് കിട്ടുന്നില്ല, ഇന്നൊരു എനർജി ഇല്ല, ജീവിതത്തിൽ എങ്ങോട്ടാണ് ഫ്രണ്ടിലോട്ട് പോകേണ്ടെന്ന് ഒരു ഐഡിയയുമില്ല മനസ്സിൽ. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല, ആവശ്യത്തിന് സമയമില്ല, നല്ല സിറ്റുവേഷൻസ് ഇല്ല, കൂടെ വർക്ക് ചെയ്യാൻ ഏറ്റവും നല്ല ആൾക്കാരില്ല, ഏറ്റവും വലിയ അവസരങ്ങളില്ല, ഒന്നും നല്ലതായിട്ട് ജീവിതത്തിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, മര്യാദക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഒന്നും അങ്ങ് സെറ്റാകുന്നില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. കൂടുതൽ എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കുക. നമ്മുടെ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരേണ്ടെങ്കിൽ ഓരോ എക്സ്ക്യൂസും തപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു കാര്യം വ്യക്തമായിട്ടറിയാം, നമ്മളീ പറയുന്നതൊന്നുമല്ല നമ്മളെ പിന്നോട്ട് പിടിച്ച് നിർത്തിയിരിക്കുന്നത്. നമ്മളീ പറയുന്ന ഒരു എക്സ്ക്യൂസുമല്ല നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഈ എക്സ്ക്യൂസ് അല്ല. നമ്മളെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ, നമ്മുടെ തലയിൽ തന്നെ റെസ്പോൺസിബിലിറ്റി മാറ്റിവെക്കാൻ നമ്മൾ കണ്ടുപിടിക്കുന്ന, നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാൻ നമ്മൾ കണ്ടെത്തുന്ന 100,000 കാരണങ്ങൾ. നമ്മൾ എന്തിനാണ് എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വി ഹാഡ് ദി ചാൻസ് ബട്ട് വി വേസ്റ്റഡ് ഇറ്റ്. നമുക്കൊരു അവസരം ഉണ്ടായിട്ട് നമ്മൾ അത് നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ നമുക്കതിനൊരു കാരണം പറയണം. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സ്ക്യൂസ്. എക്സ്ക്യൂസുകൾ എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്നത് കൊണ്ട് ഭയങ്കര റീസണബിളായിട്ട് തോന്നാം, ഏറ്റവും നല്ല കാരണമായിട്ട് തോന്നാം. യെസ്, എക്സ്ക്യൂസസ് സീംസ് ദ ബെസ്റ്റ്. നല്ല കംഫർട്ടബിളാണ്. നമുക്കുണ്ടാവുന്ന വിഷമം, നമുക്കുണ്ടാവുന്ന നിരാശയൊക്കെ വളരെ സുഖമായിട്ട് അതില്ല എന്നുള്ള രീതിയിലേക്ക് ആക്കി മാറ്റും. പക്ഷേ അത് സത്യത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. നമ്മൾ പറയുന്ന ഓരോ എക്സ്ക്യൂസും നമ്മുടെ ട്രൂത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ജോർജ് വാഷിങ്ടൺ കാർവർ പറയുന്നൊരു കാര്യമുണ്ട്, 99% ഓഫ് ദ ഫെയിലിയേഴ്സ് കം ഫ്രം പീപ്പിൾ ഹു ഹാവ് ദ ഹാബിറ്റ് ഓഫ് മേക്കിംഗ് എക്സ്ക്യൂസസ്. ഈ എക്സ്ക്യൂസുകൾ പറയുക എന്നത് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ സംഭവിക്കുന്ന കാര്യമല്ല, നമ്മുടെ ഹാബിറ്റാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടത് മാറിക്കഴിഞ്ഞു. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കയറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ജീവിതത്തിൽ കറക്റ്റായിട്ട് നടക്കാത്ത ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ പ്ലാനിങ് അനുസരിച്ച് നടക്കാത്ത എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ 1000 എക്സ്ക്യൂസ് കണ്ടുപിടിക്കും. അതെ, ആർക്ക് കണ്ടുപിടിക്കാം? എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കാൻ ആർക്കും പറ്റും. പക്ഷേ നമുക്കതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും ഒരു തീരുമാനമെടുക്കാൻ പറ്റും. എന്തുകൊണ്ട് നടന്നില്ല? എവിടെയാണ് എൻ്റെ പ്ലാൻ തെറ്റിപ്പോയത്? എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിക്കുന്നത്? അങ്ങനെ ചോദിച്ച് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും ഓപ്ഷൻ ഉണ്ട്. സോ എന്തൊക്കെ സംഭവിച്ചാലും എക്സ്ക്യൂസ് പറയില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ടേക്ക് ദി റെസ്പോൺസിബിലിറ്റി, ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്സ്, ആക്സെപ്റ്റ് യുവർ ഫെയിലിയേഴ്സ് ആൻഡ് പ്രോമിസ് നെവർ ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന എക്സ്ക്യൂസിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക, ഒരു ഉത്തരം നൽകാൻ ശ്രമിച്ചു നോക്കുക. ഇതുവരെ കിട്ടിയിട്ടുള്ള സമയത്തിൻ്റെ, ഇതുവരെ കിട്ടിയിട്ടുള്ള അവസരങ്ങളുടെ, ഇതുവരെ കിട്ടിയിട്ടുള്ള സാഹചര്യങ്ങളുടെ എല്ലാം ബെസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടോ? ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതുവരെ കിട്ടിയിട്ടുള്ള റിസോഴ്സസ് ഏറ്റവും നന്നായിട്ട് നമ്മൾ ബലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? നോ, യു ഹാവ് നോട്ട്. നമ്മളങ്ങനെ പരിശ്രമിച്ചിട്ടില്ല, നമ്മളങ്ങനെ മുഴുവനായിട്ട് കൊടുത്തിട്ടില്ല. സോ റിയലൈസ്, നമ്മൾ പറയുന്ന ചില കാരണങ്ങൾ എക്സ്ക്യൂസുകൾ തന്നെയാണ്. യു ക്യാൻ എയ്തർ മേക്ക് എക്സ്ക്യൂസസ് ഓർ യു ക്യാൻ മേക്ക് പ്രോഗ്രസ്. യു ക്യാനോട്ട് ഡു ബോത്ത്. എക്സ്ക്യൂസുകൾ നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും സോൾവ് ചെയ്യില്ല, പക്ഷേ സോൾവ് ചെയ്യിക്കുന്നത് പോലെ തോന്നിക്കും. സോ സ്റ്റോപ്പ് മേക്കിംഗ് എക്സ്ക്യൂസസ്. ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈം. നമ്മുടെ ചുറ്റുമുള്ള ആർക്കും നമ്മൾ പറയുന്ന എക്സ്ക്യൂസ് കേൾക്കണ്ട. നമ്മൾ പറയുന്നതിൽ 90% ആൾക്കാരും അത് എക്സ്ക്യൂസാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്, അവരത് വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷേ എത്ര എക്സ്ക്യൂസുകൾ പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരാളുണ്ട്, അത് നമ്മൾ തന്നെയാണ്. അതെ, നമ്മൾ പറയുന്ന ഓരോ എക്സ്ക്യൂസസും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മളോട് തന്നെ നമ്മൾ പറയുന്ന കള്ളങ്ങൾ നമ്മൾ വിശ്വസിച്ച് പോകുന്നുണ്ട്. നമ്മൾ പരിശ്രമിച്ചാലും നമുക്കതിൻ്റെ ബലത്തിൽ, നമുക്കതിൻ്റെ റിസൾട്ടിൽ മാറ്റമുണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. എന്തൊക്കെയോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ, എന്തൊക്കെയോ മറ്റ് ഘടകങ്ങളെ ആശ്രയിച്ചാണ് അതിൻ്റെ റിസൾട്ട് നിന്നിരുന്നത്. അപ്പോൾ ഉത്തരവാദിത്വം നമ്മുടെ തലയിലല്ല. അതെ, എക്സ്ക്യൂസുകൾ ചെയ്യുന്ന ഒരു ട്രിക്കാണത്. യു ആർ ടെല്ലിങ് യുവർ സെൽഫ് യു കുഡിൻ ചേഞ്ച് ദി റിസൾട്ട്. പലപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് നമ്മുടെ കയ്യിലല്ലെന്ന് നമ്മളെ തന്നെ ബോധിപ്പിക്കുക. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഒരു ലെവലിൽ നമുക്കറിയാം, നമുക്കത് മാറ്റാമായിരുന്നു, നമുക്കൊന്ന് മാറി ചിന്തിക്കാമായിരുന്നു, നമുക്കതൊരു നല്ല റിസൾട്ടിലേക്ക് കൊണ്ടുപോകാമായിരുന്നു, നമുക്കൊന്ന് പരിശ്രമിക്കാമായിരുന്നു. The day you take complete responsibility for yourself, the day you stop making any excuses, that's the day you start to the top. Start living your life to be. ഇന്ന് ജീവിക്കാൻ തുടങ്ങും. ഇന്ന് മുതൽ എക്സ്ക്യൂസുകൾ പറയുന്നത് നിർത്തിയിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ സമയത്തിൻ്റെയും, ഓരോ അവസരങ്ങളുടെയും, ഓരോ ഓപ്പർച്യൂണിറ്റീസിൻ്റെയും ഏറ്റവും ബെസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മളൊരു ഓട്ട മത്സരത്തിലാണെങ്കിൽ ജയിക്കണമെന്ന ആഗ്രഹത്തോടെ തന്നെ അവരെ ഓടാൻ പഠിക്കണം. നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വപ്നത്തിൽ യഥാർത്ഥത്തിൽ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ ജീവിക്കണം. ഇഫ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, യു വിൽ ഫൈൻഡ് എ വേ. നമുക്കൊരു കാര്യം ഇത്രമാത്രം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ ചെയ്യണമെന്ന് കണ്ടുപിടിക്കും, അത് ചെയ്യാനുള്ള വഴികൾ കണ്ടുപിടിക്കും, അത് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കാനുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കും. വി ഹാവ് ടു ബി പാഷനേറ്റ് അബൌട്ട് അവർ ഡ്രീം. ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇത്രമാത്രം പ്രാധാന്യം നമ്മൾ നമ്മുടെ സ്വപ്നത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ
we will find an excuse. You can either make excuse or you can make progress. You cannot do both.